ിരുന്നു ജീവനത്തിൽ വരുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ചെറിയ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഏത് തരത്തിലുള്ളവർക്കൊക്കെ ജീവനത്തിൽ വരാം. എല്ലാവർക്കും എല്ലാ ചികിത്സയും ഒരുപോലെ സ്വീകാര്യമാവണമെന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പൊ ജീവനത്തിലെത്തുന്നത് എപ്രകാരമുള്ളവരാണ്, അല്ലെങ്കിൽ എപ്രകാരമുള്ളവർക്കാണ് ഇപ്പോൾ ജീവനത്തിലെ പ്രകൃതി ചികിത്സയുടെ ഒരു ഗുണം ഏറ്റവും കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിക്കുക, അതേക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ 4 തരത്തിലുള്ള ആളുകളാണ് സാധാരണയായിട്ട് എത്തുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ചികിത്സാ ശാസ്ത്രത്തെ കുറിച്ചിട്ട് വളരെ ഡെപ്തിൽ പഠിച്ച് അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു ശാസ്ത്രീയത കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം, അതായത് അവർക്ക് അതിൽ നല്ല ഉറപ്പുണ്ട് ഇതിങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എന്റെ ഒരു ഇടപെടൽ പോലും, അല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടർമാരുടെ ഇടപെടലുകൾ പോലും വാസ്തവത്തിൽ അവരിൽ ഒരുപാട് വേണ്ടതില്ല. കാരണം അവരതായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ പ്രകൃതി ചികിത്സ എന്നുള്ളതിനേക്കാൾ പ്രകൃതി ജീവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അവരിടയ്ക്ക് ചികിത്സയ്ക്കായിട്ട് വരുന്നു, ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു എന്ന് മാത്രം. അപ്പൊ അവിടെ അവർക്ക് ഈ ചികിത്സയെ കുറിച്ചിട്ട് ആഴത്തിലുള്ള ജ്ഞാനമുണ്ട്. അതാണ് ജീവനത്തിൽ എത്തുന്ന ഒരു കൂട്ടർ. ഇനി രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആശയം, പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ഒരാശയം മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങനെ ഒരു ആശയം ഒരുപാട് അങ്ങനെ ആഴത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതൊരു പുതിയ രീതിയിലുള്ള ഒരു രീതിയാണല്ലോ, മരുന്നുകളൊന്നും ഇല്ലല്ലോ, എന്നാൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന തരത്തിൽ വലിയ ഉപദ്രവമില്ലാത്തതാണെന്ന് തോന്നുന്നു. എന്നാൽ ഇതൊക്കെ എന്നാ ഞാനൊരു വെയിറ്റ് ലോസോ അങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വരുന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഒരു ട്രെൻഡിന്റെ പുറത്ത്, ഇപ്പൊ സോഷ്യൽ മീഡിയയിലും ഒക്കെ ആയിട്ട് കുറെ ഇതേക്കുറിച്ചൊക്കെ കേൾക്കുന്നു, നാച്ചുറോപ്പതിയെ കുറിച്ചൊക്കെ കേൾക്കുന്നു, ഇപ്പൊ കുറെ റിവ്യൂസ് ഒക്കെ കാണുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ നാച്ചുറോപ്പതി വീഡിയോസ്, എന്റെ ഒക്കെ കുറെ വീഡിയോകളൊക്കെ കാണുന്നു. അപ്പൊ അതൊക്കെ കണ്ട് എന്നാൽ ഒന്ന് ചെയ്യാലോ എന്ന തരത്തിൽ അങ്ങനെ ഒരു ട്രെൻഡിന്റെ പുറത്ത് വരുന്ന ഇതാണ് മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത്. നാലാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ചികിത്സയിലൂടെയും കടന്നുപോയി നിവൃത്തിയില്ല എന്ന തരത്തിൽ ഒരു രക്ഷയില്ല, കുറേ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ആരോഗ്യ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇനി ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം, രക്ഷപ്പെടുമോന്നുള്ള ഒന്ന് നോക്കട്ടെ എന്ന തരത്തിൽ വന്നുപെടുന്നവരുണ്ട്. ഈ 4 കൂട്ടരാണ് വാസ്തവത്തിൽ ജീവനത്തിൽ ചികിത്സ തേടിയെത്തുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിക്കുന്നത് ഈ 4 കൂട്ടരിൽ 2 കൂട്ടരാണ്, ആദ്യത്തേതും അവസാനത്തേതും. ആദ്യത്തെ കൂട്ടർ എന്ന് പറയുന്നതിൽ അവർക്ക് നല്ല ഉറപ്പുണ്ട്, ഇതിങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, വരുന്നു, ചികിത്സ ശരീരം ആരംഭിക്കുന്നു, ഉപവാസത്തിലൂടെ കടന്നു പോകുന്നു. അവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ രാവിലെ പോയ മഞ്ജുഷ അവരെന്ന് പറയുന്നത് അവർ ഒരുപാട് തവണകൾ ഇവിടെ ചികിത്സയ്ക്ക് വന്നു പോയിരിക്കുന്നു. ആദ്യത്തെ തവണ വന്നു പോയതിന് ശേഷമാണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അവർക്കറിയാം, പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ളതോ അല്ലെങ്കിൽ പുറമെന്നുള്ള വേറെ ഇടപെടലുകൾ അവിടെ ആവശ്യമില്ല. അവർ വരുന്നു, ഒരു ട്രീറ്റ്മെന്റിന് വിധേയമാകുന്നു, ശരീരത്തിൽ ഒരുപാട് ചികിത്സകൾ നടക്കുന്നത് അവരിങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുന്നു, കുറച്ച് സമയം കൊണ്ട് ആ ചികിത്സകൾ കംപ്ലീറ്റ് ആക്കി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവനത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിൽ നോക്കിയാൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള കുറച്ചു പേരെ എന്നും കാണാനായിട്ട് പറ്റും. അതായത് അവർ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മരുന്നുകളോ അല്ലെങ്കിൽ രോഗത്തിന് മരുന്നുകളോ ഒന്നും കഴിക്കുന്നവരല്ല. അവർ ഇതേക്കുറിച്ചിട്ട് ഇവിടെ ജീവനത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം പ്രകൃതിചികിത്സ പഠിച്ചവർ തന്നെയാണ് അവരെല്ലാവരും. പക്ഷെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു വേര്, എന്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി വന്നിരിക്കുന്നത്, എന്താണ് ഇതിന്റെ അടിസ്ഥാന തത്വം എന്നുള്ളതെല്ലാം വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആ ഒരു സത്യത്തിൽ ഊന്നിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പൊ അവരെ നമ്മൾക്കൊരു കുടുംബത്തിന്റെ ഏറ്റവും എന്തെന്നാണ് പറയുന്നത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്നാണ് പറയാനായിട്ട് സാധിക്കുക. അവര് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, വർഷത്തിലൊരിക്കലോ ചിലര് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഇവിടെ വരും, അവരുടെ വിഷയങ്ങളൊക്കെ സ്വന്തമായിട്ട് ക്ലിയർ ചെയ്യും, തിരിച്ചു പോകും. അപ്പൊ അവരിതിന്റെ 100% ഗുണഭോക്താക്കളാവുന്നു. അതിൽ
വാസ്തവം പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ കൊണ്ട് നമുക്ക് യാതൊരു ശല്യമില്ല. അവർ വന്ന് ചികിത്സ എടുത്ത് തിരിച്ചുപോയി എന്നുള്ളതാണ്. ഒരുപാട് ബോധവൽക്കരിക്കലോ കാര്യങ്ങളോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം അവർക്ക് അറിയാം, പഠിച്ചിരിക്കുന്നു. ഇനി 4ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു നിവൃത്തികേടിന്റെ ഘട്ടത്തിൽ എത്തിയിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലും രക്ഷപ്പെട്ടേ ഒക്കുള്ളൂ. അവിടെ പരീക്ഷണാർത്ഥമൊന്നുമല്ല വരുന്നത്. അവിടെ ശാരീരികമായിട്ടുള്ള അത്രയും അവശതകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ എന്തിനും തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഏത് പുതിയൊരു ശാസ്ത്രം പറഞ്ഞാലും അത് സ്വീകരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ മനസ്സ് തുറന്നു വെച്ചുകൊണ്ടാണ് ഈ കൂട്ടര് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഇവരെത്ര കൂടിയ രോഗാവസ്ഥയിലാണെങ്കിലും അവരും ഇത് പ്രകൃതി ചികിത്സയുടെ ഗുണം പൂർണ്ണമായിട്ടും അനുഭവിക്കുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയമെടുക്കും. ആദ്യത്തെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർത്തു പോകാൻ പറ്റും. കാരണം അവർ പ്രകൃതി ജീവനം അനുഷ്ഠിക്കുന്നവർ കൂടിയാണ്. 4ാമത്തെ കൂട്ടർ പ്രകൃതി ജീവനം അനുഷ്ഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ജീവിതശൈലി പിന്തുടരുന്നവരോ ഒന്നുമല്ല. അവര് വേറെ കുറെ സിസ്റ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് ചികിത്സകളിലൂടെ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് കെമിക്കൽസ് ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ, വളരെ അവശമായിട്ടുള്ള ആരോഗ്യാവസ്ഥയിൽ, ഇപ്പൊ കാൽമുട്ട് തേയ്മാനം അതതിന്റെ മാക്സിമത്തിലെത്തി, ഇനിയിപ്പോ അത് സർജറി ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദഹന പ്രശ്നം അതൊരു അൾസറിന്റെ അവസ്ഥയിലേക്ക് എത്തി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആസ്മ അത് അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകും, അങ്ങനെയുള്ള കൂടിയ പ്രമേഹം അത് ഒട്ടും തന്നെ നിയന്ത്രിക്കപ്പെടാതെ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ പെട്ടെന്ന് ആ ശരീരത്തിലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം ഒരു രോഗവും പെട്ടെന്ന് ആരംഭിക്കുന്നവയല്ല. ഒരു പ്രമേഹം നിയന്ത്രിതമല്ലാത്ത രീതിയിൽ നിന്നത് എന്തെന്നെ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോയി ന്യൂറോപ്പതിയും നെഫ്രോപ്പതിയും ഒക്കെ ആയി മാറണമെങ്കിൽ കാലം കുറെ എടുക്കൂലേ. അപ്പൊ എത്രയോ കാലം കൊണ്ട് ശരീരം വലിയൊരു മാറ്റത്തിനൊക്കെ വിധേയമായിട്ടുണ്ട്. അത് പൂർണ്ണമായും തിരിച്ച് പഴയ ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരീരത്തിന് വളരെ ശ്രമകരമാണ്. പലതും പെർമനന്റ് ആയിട്ടുള്ള മാറ്റങ്ങളിലേക്ക് പല ഭാഗങ്ങളിലും ശരീരം മാറിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പൂർണ്ണമായിട്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരൽ ചിലതൊക്കെ ഒട്ടും പ്രായോഗികത ഇല്ലാത്തതുണ്ടായിരിക്കും, പലതും സമയമെടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കും. എന്തായാലും ആ 4ാമത്തെ ഗണത്തിൽ പെടുന്നവരിൽ ആദ്യം ഒരു ലേണിംഗ് സംഭവിക്കേണ്ടതുണ്ട്. ഒരു ഡീടോക്സിഫിക്കേഷൻ നടത്തുക എന്ന് പറയുന്നത് തന്നെയാണ് തുടക്കം കുറേ ദിവസങ്ങളിൽ അവരിൽ സംഭവിക്കുക. ഇപ്പൊ ശരീരം സ്വന്തമായിട്ട് ഉള്ള രോഗത്തെ ചികിത്സിക്കാൻ ആരംഭിക്കുക എന്ന് പറയുന്നതിന് ഒരു ആരോഗ്യം ആവശ്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും പ്രകൃതി ചികിത്സ ചെയ്യാനായിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. ശരീരത്തിന് സ്വയം ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഒരു മിനിമം ആരോഗ്യമെങ്കിലും നമ്മളിൽ ബാക്കി ഉണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഒരു വേരിൽ പിടികിട്ടണം. ആ പിടിക്കാനുള്ള ഒരു, ഇപ്പം നമ്മൾ കൈ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്ന് മുറുക്കി പിടിക്കാനുള്ള ഒരു ആരോഗ്യമെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു മിനിമം ആരോഗ്യമുള്ള ഒരാളിൽ തന്നെ ഈ പ്രകൃതി ചികിത്സ ഫലവത്താവുകയുള്ളൂ. മുഴുവൻ ആരോഗ്യ തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ആരോഗ്യം ചികിത്സിക്കാൻ, ശരീരത്തിന് സ്വയം ചികിത്സിക്കാനായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ചികിത്സയിൽ ആദ്യം തന്നെ ചെയ്യുന്നത്. ആദ്യം തന്നെ രോഗചികിത്സയിലേക്ക് പോലല്ല. ആദ്യം രോഗചികിത്സ നടത്താൻ ശരീരത്തിന് ഒരു മിനിമം ആരോഗ്യം ആവശ്യമുണ്ട്, അത് ഉണ്ടാക്കിയെടുക്കുക. അതാണ് അത്. വാസ്തവം പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവരിലും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ചികിത്സ പോകുന്നത്. പക്ഷെ കുറച്ചുകൂടി പഴക്കം കൂടുതലുള്ള, തീവ്രത കൂടുതലുള്ള അസുഖങ്ങളുമായിട്ട് വരുന്നവരിൽ ഈ ആദ്യത്തെ ഘട്ടത്തിന് സമയം അധികം എടുക്കും ചികിത്സിക്കാനായിട്ട് ശരീരത്തിന് ഒരു ആരോഗ്യം ഉണ്ടാക്കുക. 2ാമത്തെ ഘട്ടമാണ് രോഗചികിത്സ എന്ന് പറയുന്നത്. രോഗചികിത്സ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും രോഗം എത്രത്തോളം ആഴവും തീവ്രതയും ഉള്ളതാണോ അതിനനുസരിച്ച് സമയമെടുത്തിട്ടാണ് ഈ ഒരു രോഗചികിത്സയിലേക്ക് പോകുന്നത്. അപ്പൊ രോഗചികിത്സയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുവരെ ശരീരത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള ചികിത്സകളിലൂടെയും പലതരത്തിലുള്ള മരുന്നുകളിലൂടെയും ഒക്കെ കടന്നുപോയതിന്റെ ഭാഗമായി ശരീരത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു ക്ഷതമുണ്ട്. അങ്ങനെയുള്ളവ മാറ്റുക എന്നുള്ളതൊക്കെ ആയിരിക്കാം ആദ്യത്തെ ഈ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം മാത്രമേ സ്വന്തമായിട്ടുള്ള ഒരു ആരോഗ്യം ശരീരത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എല്ലായ്പ്പോഴും ഇപ്പോ ഒരു ഉദാഹരണം പറയാണ്, ഇപ്പൊ ഒരു അലർജി വരുന്ന ഒരാൾ, തുമ്മൽ എന്ന് പറയുന്ന ഒരു അലർജി വരുന്ന ഒരാൾ എല്ലായ്പ്പോഴും ഒരു ആന്റിഹിസ്റ്റമിൻ, ഒരു സിട്രസിൻ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. നിരന്തരമായിട്ട് എടുത്തെടുത്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക്
അതിനോടൊരു ഡിപ്പെൻഡൻസി തീർച്ചയായിട്ടും വരില്ലേ. അതുണ്ടെങ്കിലേ ഈ ഒരു അലർജി നിൽക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കും ശരീരം. അപ്പോ ശരീരത്തിന് സ്വന്തമായിട്ട് ഈ ഒരു അലർജിയെ ഇല്ലാതെയാക്കാനായിട്ടുള്ളൊരു ആരോഗ്യം ഇല്ലാതെയാവുന്നുണ്ട് വാസ്തവത്തിൽ. ഇതൊക്കെ നമ്മുടെ ഈ ചികിത്സയുടെ ആദ്യഘട്ടങ്ങളിൽ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ട ഓരോന്നിനെയും പതിയെ 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 വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ ശരീരം സ്വന്തമായിട്ട് രോഗചികിത്സ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ഡീടോക്സിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ശരീരം ഒരു രോഗചികിത്സ ആരംഭിക്കുന്നു. ആ ചികിത്സയുടെ ഇടയിൽ അവരവരുടെ രോഗവുമായി ബന്ധപ്പെട്ട്, രോഗവുമായി ബന്ധപ്പെട്ടല്ല, രോഗത്തിന്റെ ചികിത്സ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുഖങ്ങളും അസ്വസ്ഥതയും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ചികിത്സാ കാലയളവിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു നടുവേദന ഉള്ള ഒരാൾ, ഒരു ഡിസ്കിന്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലവുമായിട്ട് നെർവ് കംപ്രഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ചില സമയങ്ങളിൽ കാലുകളിലേക്കൊക്കെ അസഹ്യമായിട്ടുള്ള വേദനകളായിരിക്കും വരുന്നുണ്ടാവുക. ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള മരവിപ്പായിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുക. ചിലപ്പോൾ സെൻസേഷൻ ഇല്ലായ്കയായിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുക. എന്തായാലും ഓരോന്നും മാറി മാറി വന്ന് അവസാനം ഇതൊന്നുമില്ലാതെ വളരെ നോർമൽ ആയിട്ടുള്ള സെൻസേഷൻ തിരിച്ചു പിടിച്ച ഒരവസ്ഥയിലേക്ക് എത്തും. നോർമൽ സെൻസേഷൻ തിരിച്ചു പിടിക്കാന്ന് വെച്ചാൽ പിന്നെ അവിടെ വേദനയോ അസ്വസ്ഥതകളോ കാര്യങ്ങളോ ബാക്കി നിൽക്കുന്നില്ല, എല്ലാതും അവസാനിച്ചിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അത് ഓരോരുത്തരിലും എത്രത്തോളം രോഗാവസ്ഥയുടെ ഇപ്പോഴത്തെ ഒരു നില എന്താണെന്നുള്ളതിനനുസരിച്ചും, പിന്നെ ഉണ്ടായ ഒരു അസുഖം, ഒരു നടുവേദന ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ആദ്യം തന്നെ വളരെ കൃത്യതയിൽ ജീവിതശൈലി ചിട്ടപ്പെടുത്തലോ അല്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കലോ അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ലല്ലോ സാധാരണഗതിയിൽ നമ്മൾ പോവുക. നമുക്കൊരു അസ്വസ്ഥത ഉണ്ടെന്ന് കരുതിയിട്ട് ആരും അവിടെ മിണ്ടാതെയോ അനങ്ങാതെയോ ഇരിക്കാറൊന്നുമില്ല. നമ്മൾ തുടർന്ന് നമ്മുടെ പ്രവൃത്തികളിൽ വളരെയധികം എൻഗേജ്ഡ് ആയിരിക്കും. ഈ വേദന വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ വേദനയ്ക്ക് തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുകൊണ്ടോ നമ്മൾ തുടർന്ന് പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നടുവേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബെൽറ്റ് മുറുക്കി കെട്ടുമായിരിക്കും, അല്ലെങ്കിൽ മുട്ടുവേദന ഉണ്ടെങ്കിൽ ഒരു നീ ക്യാപ്പൊക്കെ ഇടുമായിരിക്കും. വേദന അസഹ്യമായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ കുത്തിവെച്ചിട്ടാണെങ്കിലും നമ്മൾ ഒരു വേദന എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും വിശ്രമിക്കാനിരിക്കാറില്ല. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഒരു പക്ഷെ അല്പനേരം വിശ്രമിക്കുമായിരിക്കും. അല്ലാതെ ശരീരം ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് വേദനിക്കുന്നു, എനിക്ക് വിശ്രമിക്കണം എന്ന് ശരീരം ആവശ്യപ്പെടുമ്പോൾ ആരും ശരീരത്തിന് വിശ്രമം കൊടുക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു അസുഖം ആരംഭിച്ച്, ഒരു പ്രശ്നം ശരീരത്തിൽ ആരംഭിച്ച് എത്രയോ കാലം ആ അസ്വസ്ഥതയുള്ള ശരീരവുമായിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് കൂടി, അധ്വാനത്തിന്റെ ഭാഗമായിട്ട് കൂടി ആ രോഗത്തിന്റെ അവസ്ഥ വഷളായിട്ടൊക്കെ ഉണ്ടാവാം. അപ്പൊ ഈ അവസ്ഥയിൽ നിന്നും ശരീരം പതിയെ പതിയെ തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മുടെ ഒരു പീഡനം ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, അത്രയും ഈ ഒരു ചികിത്സാ കാലയളവിൽ ശരീരത്തിന് വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കുറച്ചുനാൾ കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ശരീരം സ്വന്തമായിട്ട് ഓരോ ഏരിയയായിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരുന്നത് നമുക്ക് നോക്കിയിരുന്ന് കാണാം. അതിനൊരുപാട് കഷ്ടതകളില്ല. ആകെ നമ്മൾ ഉള്ളാലെ ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കണമെന്ന് മാത്രം. ശരികൾ മാത്രമേ എന്നിൽ സംഭവിക്കുന്നുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു പച്ചിലനീര് തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി ജ്യൂസ് പോലും ഇവിടെ തരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂത്രപ്പണി ഇവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നതേയില്ല. ഇവിടെ ആകെ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള കുറച്ച് എക്സസൈസ് ചെയ്തു, കുറച്ച് പോഷണമുള്ള ഒരു ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ കുറച്ച് ഡെപ്തിലുള്ള ഒരു വിശ്രമം കൊടുത്തു, മനസ്സിത്തിരി റിലാക്സ്ഡ് ആക്കി വെച്ചു. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടാണ്, ഇതൊന്ന് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്തുകൊണ്ട് നമ്മൾ വാസ്തവം പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ശരീരത്തിന്റെ സ്വയം ചികിത്സ മാത്രമാണ് 100% നടത്തുന്നത്. നമ്മുടേതായിട്ടുള്ള ഇടപെടലുകൾ ഇല്ല. നമ്മുടെ ഇടപെടലുകൾ ആകെയുള്ളത് എന്തെങ്കിലും വേദന കൂടുന്നു അല്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥത കൂടുന്നു എന്ന് പറയുമ്പോൾ ആ അസ്വസ്ഥതയെ തൽക്കാലത്തേക്കൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും സിംറ്റമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ചൂട് വെക്കലോ തണുപ്പ് വെക്കലോ ചെറിയ മസാജ് ചെയ്യലോ ഒക്കെ ചെയ്ത് അവിടെ വിശ്രമിപ്പിക്കുകയാണ്. നമ്മളൊരു സിംറ്റംസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അധ്വാനിക്കാൻ വിടുകയല്ല ചെയ്യുന്നത്, വിശ്രമിക്കാൻ മാത്രമായിട്ടാണ് വിടുന്നത്. വേദന മാറുന്നത് മിക്കവാറും സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയൊന്നുമല്ല, നാളെ ജോലിക്ക് പോകേണ്ടതുകൊണ്ടാ. അത് മുടങ്ങരുത്, അതിന് വേണ്ടിയിട്ടാണ്. വേദന വരരുത്, രോഗം വരരുത്, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണ്ടേ കുട്ടികൾക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രോഗം വരരുത് എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ലക്ഷണങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നത് അസ്വസ്ഥത കുറച്ചുകൊണ്ട് വിശ്രമിക്കാൻ വേണ്ടിയാണ്. ആ വിശ്രമം കഴിയുമ്പോഴേക്കും
രോഗചികിത്സ അവസാനിച്ചു. അപ്പൊ വിശ്രമം എത്ര സമയത്തേക്ക് വേണം എന്നുള്ളത് അത് ശരീരം മാത്രം തീരുമാനിക്കുന്നതാണ്. കാരണം എത്രത്തോളം പീഡ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ അത്രയും സമയം എന്നല്ല, അതിനനുസരിച്ചിട്ടാണ് ശരീരം ഇതിനെ തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമയം എടുക്കുക. അപ്പൊ അത് ഏറ്റവും വേഗതയിലായിരിക്കുമെന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മളൊരു രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചികിത്സ എടുത്തുകൊണ്ട് അത് മാറാനായി കാത്തിരിക്കുന്നത് ഒരു ജീവിതകാലം മുഴുവനാണ്. ഏത് രോഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഒരു ഹൃദ്രോഗമോ അല്ലെങ്കിൽ ഒരു പ്രമേഹമോ പ്രഷറോ കൊളസ്ട്രോളോ, സാധാരണഗതിയിൽ നമ്മളുടെ കേട്ടുകേൾവിയുള്ള രോഗങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും ഇത് മാറാൻ വേണ്ടി നമ്മൾ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുന്നുണ്ട്. എന്നും മരുന്ന് കഴിച്ചുകൊണ്ട് എന്തെങ്കിലും മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ ആരുടെ ഒരിക്കലും മാറാറൊന്നുമില്ല. ഇവിടെ നമ്മൾ കാത്തിരിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളാണ്, പക്ഷെ അത് മാറാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. ആ ദിവസം കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യും. അതിനുശേഷം ഉള്ള നമ്മുടെ ജീവിതത്തിൽ ഇനി അത്തരത്തിലുള്ള ഒരു ഡാമേജ് ഉണ്ടാവാത്ത വിധം എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു പാഠം ഇവിടുന്ന് പഠിച്ചിട്ടു കൂടിയാണ് പോകുന്നത് എന്ന് മാത്രം. എങ്ങനെ ഇനി തുടർന്ന് ആരോഗ്യത്തോടെ ജീവിക്കണം. ഇനി രോഗ കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ, കാലങ്ങളോളം ഉണ്ടായാൽ തന്നെ വീണ്ടും അതേ പ്രശ്നം ശരീരത്തിൽ ഉണ്ടായി വരികയുള്ളൂ. ഇപ്പൊ ശരീരത്തിന് എന്നാലും ഇപ്പൊ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം പഴക്കമുള്ള ഒരു പ്രശ്നത്തെ 2-3 ആഴ്ച കൊണ്ടാണ് ശരീരം പിടിച്ച് നോർമലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയും കൂടിയ അധ്വാനം ഈ ചികിത്സാ കാലയളവിൽ ശരീരം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഒരു രോഗം ഇത്രയും പഴക്കമുള്ള ഒരു പ്രശ്നത്തെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അത്രയും എനർജി ശരീരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കെയർ നമ്മൾ ശരീരത്തിന് കൊടുക്കണം. ഇപ്പോ ഒരു ഗർഭിണി 5-10 മാസം ഇതൊക്കെ കുട്ടിയൊക്കെ ചുമന്ന് നടന്നു, പ്രസവം കഴിഞ്ഞ് അപ്പൊ തന്നെ പ്രസവിച്ചു കഴിഞ്ഞില്ലേ ഇനി പണിക്ക് പോയിക്കോ എന്നല്ലല്ലോ, കുറച്ചൊന്ന് അതിനൊന്നൊരു റെസ്റ്റ് കൊടുക്കൂലേ. കാരണം അതൊരു വലിയൊരു അധ്വാനം ആണ് കഴിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരല്പം ദിവസമെങ്കിലും അതിനൊരു വിശ്രമം നമ്മൾ അനുവദിക്കും. ഇതേ തരത്തിൽ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചോ നമ്മുടെ ശരീരം ഉപയോഗിച്ചോ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ശരീരം വളരെ കൂടിയൊരു അധ്വാനത്തിന് വിധേയമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ ഒരു എനർജി കുറവുണ്ടായിരിക്കും, ഒരു ക്ഷീണം ശരീരത്തിനുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ക്ഷീണം മാറി തിരിച്ച് ഒരു എനർജിയൊക്കെ റീഫിൽ ചെയ്ത് വരാനായിട്ട് അല്പം സമയം, കുറച്ച് ദിവസങ്ങൾ നമ്മൾ അനുവദിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് പോകുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമുണ്ട്, ഒരു 2-3 മാസം കൂടി ശരീരം തുടർന്ന് ചികിത്സയിലൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഇവിടുന്ന് ചികിത്സ ആരംഭിച്ചു 3 ആഴ്ച 21 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളാണല്ലോ നിർത്തിയിട്ട് പറഞ്ഞയക്കുന്നത്, ശരീരം നിർത്തിയിട്ടില്ല. നമ്മൾ തൽക്കാലത്തേക്ക് ഒരു നിർത്തി എന്നൊരു തോന്നൽ ശരീരത്തെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ടാണ് പറഞ്ഞയക്കുന്നത്. പക്ഷെ അവിടെ തുടങ്ങി വെച്ചിട്ടുള്ള ചികിത്സയുടെ ഒരു തുടർച്ച തീർച്ചയായിട്ടും കുറച്ചു കാലം കൂടി ഉണ്ടാവും. അപ്പൊ ഒരു 2-3 മാസം കൂടിയും നമ്മൾ നല്ല കൃത്യതയിൽ ഭക്ഷണവും വ്യായാമവും ജീവിതചര്യയൊക്കെ ഒന്ന് വൃത്തിയിൽ കൊണ്ടുപോവുകയും ശരീരം റെസ്റ്റ് ആവശ്യപ്പെടുമ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു 90 ദിവസം കൂടി ശരീരം നല്ല ആഴത്തിലുള്ള ചികിത്സയിൽ തന്നെയായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ കുറെ കൂടി നമുക്ക് ക്ലിയർ ആക്കി കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഒരാൾ തിരിച്ചു പോകുമ്പോൾ ഇപ്പോ എങ്ങനെയുണ്ട് ആരോഗ്യം എന്നുള്ളതിനേക്കാൾ 3 മാസത്തിന് ശേഷം അവരോട് ചോദിക്കുന്നതിനാണ് പ്രസക്തി കൂടുതൽ. ഇവിടുന്ന് പോകുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ ഒരു കുഴപ്പമില്ല ആരോഗ്യമായി എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിലുള്ള ഒരു ആരോഗ്യം എന്താണ് ചികിത്സ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നത് ഒരു 3 മാസം കൂടി കഴിഞ്ഞിട്ട് തന്നെയായിരിക്കും. അതുവരെ നമുക്ക് ചെറിയ ഇങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ വരും. ചിലപ്പോൾ മുടി കൊഴിയുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അല്ല അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ എപ്പോഴും കിടന്നുറങ്ങാൻ തോന്നുന്നു, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ എന്ത് രോഗവുമായി ബന്ധപ്പെട്ടാണോ വന്നത് അതിന്റെ തുടർച്ചയൊന്നും ഉണ്ടാവില്ലെങ്കിലും വേറെ എന്തെങ്കിലും ചെറുകിട ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവിടെ 2-3 മാസം കൂടി ഈ ഒരു അത്രയും കൂടിയ അധ്വാനത്തിന് വിധേയമായ എന്റെ ശരീരം ആവശ്യപ്പെടുന്ന സമയത്ത് ചെറിയൊരു വിശ്രമം കൊടുക്കാൻ ഞാൻ തയ്യാറാവും എന്ന് മാത്രം നിർബന്ധം പിടിക്കണം. പിന്നെ ഈ ഒരു ഇടയിലുള്ള 2 കൂട്ടരുണ്ട്. നമ്മൾ 4 തരത്തിൽ ഉള്ള ആളുകളാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തത് പറഞ്ഞത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വരുന്നതാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോഴും ഇതിന്റെ ഒരു ആശയം കേട്ടറിഞ്ഞിട്ടൊക്കെയുണ്ട്. ആഴത്തിൽ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം, കേട്ടറിവ് മാത്രമാണുള്ളത്. മൂന്നാമത്തെന്ന് പറയുന്നത് കൂടുതലായിട്ട് വീഡിയോസിലൂടെ ഒക്കെ കണ്ട് അങ്ങനെ വരിക. ഇവർക്ക് ഈ 2 കൂട്ടർക്കും വാസ്തവത്തിൽ
പ്രകൃതി ചികിത്സയെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള ജ്ഞാനമില്ല. പിന്നെ അവർ നിവൃത്തികേടിലൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഇത് രണ്ടും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമായിട്ട് ചിലപ്പോൾ തോന്നാം. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇതിപ്പോ ഇത്ര ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി ഞാൻ വീട്ടിൽ ചെയ്താൽ പോരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നാം. കാരണം അവർക്ക് നിവൃത്തികേടില്ല. പിന്നെ ഇതിന് ആഴത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ സയൻസും എല്ലാ സിസ്റ്റത്തെ എല്ലാവരും വളരെ ആഴത്തിൽ പഠിക്കാൻ ഉള്ളൊരു ശേഷി ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഡോക്ടർക്ക് അലോപ്പതിയിലാണ് ഏറ്റവും കൂടുതൽ ആഴത്തിൽ പോകാനായിട്ട് പറ്റിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത് നേച്ചുറോപ്പതിയിലാണ്. വേറൊരാൾക്ക് മനസ്സിലാവുന്ന ഒരു സിസ്റ്റം ആയുർവേദമായിരിക്കാം. അപ്പൊ ഓരോരുത്തർക്കും തലയിൽ വളരെ എളുപ്പത്തിൽ പതിയാൻ സാധിക്കുന്ന സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിലേക്കായിരിക്കും എല്ലായ്പ്പോഴും അവരുടെ ഒരു ചായ്വ് ഉണ്ടായിരിക്കുക. എന്നാലും ഇതും കൂടി ഒന്ന് നോക്കിക്കളയാം എന്ന തരത്തിൽ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർ കയറുന്ന ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. എന്നാലും ഇവിടെ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് ചേർത്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള 4 കൂട്ടരാണ്. അപ്പൊ ഇതിലത്തെ ആദ്യത്തെ കൂട്ടരിലേക്ക് കയറണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇതൊന്ന് പഠിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു മാറ്റമൊക്കെ ഉണ്ടാക്കും. അതായത് ഇതൊരു ചികിത്സാ സമ്പ്രദായം എന്ന് മാത്രമായിട്ട് നിൽക്കുന്നതല്ല. ഇപ്പൊ ഇവിടെ വന്ന് ചികിത്സ കഴിഞ്ഞു പോയിട്ടുള്ള ഏതൊരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും എന്തായിരുന്നു അവിടെ ചികിത്സ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. അവിടെ ഒരു ചികിത്സയായിരുന്നോ, അസുഖം മാറി എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നു അവിടെ രോഗചികിത്സയാണ് നടന്നിരുന്നത്. പക്ഷെ അസുഖം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചികിത്സ കൊണ്ട് ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വെക്കുന്നതുമെല്ലാം അവനവനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവനവനിലേക്ക് എനിക്ക് എന്നെ ഒന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു അവസരം, എനിക്ക് എന്നെ ഒന്ന് അറിയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഫൈൻഡിങ് മീ എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അവിടെ നമ്മുടെ തുടർന്നുള്ള ഒരു ജീവിതം, ഇപ്പൊ ഒരു വെറുതെ ഒരു മുട്ടുവേദനയോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ട്രബിളോ ആയിട്ട് വന്നിട്ടുള്ള ഒരാളിൽ പോലും തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു നിറവുള്ളതായിരിക്കുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യമൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഓരോന്നും ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനോടൊപ്പം രോഗചികിത്സ എന്ന് പറയുന്നത് അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ സംഭവം. ഇവിടെ നമ്മൾ ചികിത്സയിലിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പരിമിതമായിട്ടുള്ള ആവശ്യങ്ങളേ ഉള്ളൂ. ഇവിടെ വരുമ്പോഴെങ്കിലും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വളരെ വലിയ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ അവനവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് പറയാനുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ടാവും, ഒരുപാട് തമാശകൾ പറഞ്ഞിരിക്കാനും എല്ലാറ്റിനും നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടല്ലോ. കുറച്ച് 2 പേര് കൂടി അല്ല 4 ആള് കൂടി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കാട് കയറിപ്പോവും. പക്ഷെ അതിനുള്ള ഒരു സമയമായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കരുത്. നമ്മൾ വീട്ടിൽ വർത്താനം പറഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ചായക്കടയിൽ വർത്താനം പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ ആയി പോയിട്ട് നമുക്ക് ഇവിടെ നഷ്ടമാണ്. കാരണം ഇവിടെ അതൊന്നുമല്ല. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേടാൻ ഒരുപാടുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് നേടിപ്പോയിട്ടുള്ളവരുണ്ട്. കാരണം അവർ മുഴുവനായിട്ട് ഇതിലേക്ക് കൂപ്പുകുത്താൻ തയ്യാറായിരുന്നു. അങ്ങനെയുള്ളവർ മുഴുവൻ ഇതിന്റെ എസൻസും നേടിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അവരതായിട്ട് ജീവിക്കുന്നുമുണ്ട്. അപ്പൊ അതേ തരത്തിൽ അപ്പൊ ഇതിൽ നേടുക എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അവനവനെ തന്നെയാണ് നേടുന്നത്. പക്ഷെ അവനവനെ നേടണമെങ്കിൽ നമ്മൾ നമ്മുടെ 5 കണ്ണുകളെയും 5 ഇന്ദ്രിയങ്ങളെയും പുറത്തേക്ക് തുറന്നു വെക്കുക എന്നുള്ളതിനേക്കാൾ നമ്മുടെ ഉള്ളിലേക്ക് തുറന്നു നോക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സകലതിലും ഇപ്പൊ യോഗയും മെഡിറ്റേഷനുകളും മറ്റു പ്രാണായാമങ്ങളും ഏതൊന്നിലും ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാം. അതിലെല്ലാം നമ്മുടെ ശരീരത്തിലേക്കാണ് ശ്രദ്ധയെ തിരിക്കുന്നത്. കൈകൾ ശ്രദ്ധിക്കുക, കാൽമുട്ട് ശ്രദ്ധിക്കുക, ഇവിടെ വെളിച്ചം നിറയ്ക്കുക, അങ്ങനെയൊക്കെ പലതും ചെയ്തുകൊണ്ട് യോഗയിലാണെങ്കിലും ഒരു ഭാഗത്തേക്ക് സ്ട്രെച്ച് ചെയ്തു, അപ്പൊ ശ്രദ്ധ അങ്ങോട്ട് പോയി. അപ്പൊ അങ്ങനെ മുഴുവൻ അവനവനിലേക്ക് ശ്രദ്ധയെ തിരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ ഈ പകൽ സമയത്ത് രാവിലെ 6 മണി മുതൽ 9 മണി വരെ നടത്തുന്ന ഈ പരിപാടികളിലുടനീളം അവനവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ശ്രമം കൊണ്ടാണ് വാസ്തവം പറഞ്ഞാൽ ഒരു ചികിത്സ ശരീരത്തിൽ എളുപ്പത്തിൽ ആരംഭിക്കുന്നത്. 1-2 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ഇവിടെ വന്നിട്ട് കഴിയുമ്പോഴേക്കും എല്ലാവരിലും എന്ന് പറഞ്ഞ പോലെ കുറേശ്ശെ വിശപ്പൊക്കെ മാറി വരാനായിട്ട് തുടങ്ങുന്നു. വിശപ്പൊക്കെ കുറഞ്ഞ് പതിയെ ഫാസ്റ്റിങ്ങിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്നില്ലേ? സാധാരണഗതിയിൽ നമുക്ക് 2-3 ദിവസം വീട്ടില് 2-3 ദിവസം കഴിയുമ്പോൾ വിശപ്പ് കുറയും എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാനില്ലല്ലോ. വിശപ്പ് എന്നൊക്കെ പറയുന്ന എല്ലായ്പ്പോഴും ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമല്ലേ? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഇപ്പൊ ഇവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. രാവിലെ 1.5 മണിക്കൂർ എക്സസൈസ് ഉണ്ട്,
എൻ്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളുണ്ട്. ഈവനിങ്ങിലുള്ള സെൽഫ് മസാജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അധ്വാനം ഇല്ലാത്തത് കൊണ്ടല്ല, അധ്വാനമുണ്ട്, പക്ഷെ നമ്മുടെ വിശപ്പൊക്കെ പതിയെ പതിയെ കുറയുന്നു. അത് രോഗചികിത്സ ശരീരത്തിൽ ആരംഭിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ്. കാരണം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു ഊർജം ചെലവഴിക്കേണ്ടതുണ്ട്. ആ സമയം ദഹനത്തിന് വേണ്ടിയിട്ട് ഊർജം ചെലവഴിക്കാനായിട്ട് തൽക്കാലത്തേക്ക് ശരീരം അനുവദിക്കുന്നില്ല. അങ്ങനെയാണ് ഈ വിശപ്പൊക്കെ കുറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് എല്ലാ പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കണം എന്നെല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളത് മാത്രമാണ് നമ്മുടെ ചികിത്സ. ഇതിലേതെങ്കിലും ഒന്ന്, ഉപവാസം മാത്രം, അല്ലെങ്കിൽ ഫ്രൂട്ട് ഡയറ്റ് മാത്രം, അല്ലെങ്കിൽ രാവിലത്തെ യോഗ മാത്രം, അങ്ങനെയല്ല. ഇതെല്ലാം ചേർന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയൊരു വെളിവിലേക്ക്, അല്ലെങ്കിൽ ആരോഗ്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിലേക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ശരീരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ പ്രാക്ടീസുകളിലൂടെ എല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആരാ? മനസ്സല്ലേ. മനസ്സ് ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് സമയം കൊണ്ട് മനസ്സിനെ കാണാൻ കൂടി തുടങ്ങും. നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങളെ കണ്ടെത്തുക, അവിടെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം നേടുക എന്നുള്ളതിനോടൊപ്പം തന്നെ മനസ്സിലെ പിരിമുറുക്കങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ പതിയെ പതിയെ കണ്ടെത്താനും അതിനുള്ള സൊല്യൂഷനിലേക്ക് നീങ്ങാനും ഉള്ളൊരു സാധ്യത കൂടിയാണ് നമ്മൾ ഇതുകൊണ്ട് തുറക്കുന്നത്. അപ്പോൾ പരമാവധി ബാക്കി എല്ലാവരെയും മറന്ന് ഞാനും പിന്നെ ഞാനും എന്ന തരത്തിൽ നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഞാനിപ്പോ ഇവിടെ അച്ഛനും മോനും അല്ലെ അമ്മയും മോളും ഒക്കെ വരുമ്പോൾ പറഞ്ഞു, ഇവരൊക്കെ വന്നപ്പോൾ പറഞ്ഞു, മോളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മോളെ റൂംമേറ്റ് ആയിട്ട് മാത്രമേ കാണാവൂ, അല്ലെങ്കിൽ ഞാൻ അമ്മ, ഞാൻ മകൾ, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നീ അനുസരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള തരമൊന്നും പാടില്ല. എല്ലാവരും വേറെ 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 ഇൻഡിവിജ്വൽസ് എന്നുള്ള തരത്തിൽ നിൽക്കണം. അവനവൻ ഞാൻ എന്ന് പറയുന്ന ഒന്നിലേക്ക് മാത്രമായിട്ട് തിരിഞ്ഞു നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയ ഉയർച്ച നമുക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജീവനത്തിൽ നിന്ന് ഇപ്പം ഇവിടെ നിങ്ങൾ വന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പലരും ചികിത്സയൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. ഈ പോകുന്നവരെല്ലാവരും നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും, അവരുടെ വാക്കുകൾ കേട്ടാലും മനസ്സിലാവും, എല്ലാവരും അസുഖങ്ങൾ മാറിയിട്ടാണ് പോകുന്നത്. പൂർണ്ണ തൃപ്തിയോടെയാണ് പോകുന്നത്. ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൈവരിച്ചിരിക്കുന്നു, മാനസികമായിട്ട് അവരെത്രത്തോളം കരുത്താർജിക്കുന്നു, ഇതെല്ലാം അവർ പറയുന്നുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് സ്പെഷ്യലായിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവരും ഇവിടെ നിന്ന് നേടിയിട്ടുള്ളത്. പക്ഷെ തിരിച്ചു പോകാറാവുമ്പോഴേക്കും വന്ന ആളല്ല തിരിച്ചു പോകുന്നത്. ഒരു പ്രത്യേക ആരോഗ്യത്തിലേക്ക് എത്തി തന്നെയാണ്, എന്ത് ലക്ഷ്യം വെച്ചാണോ വന്നിട്ടുള്ളത് ആ ലക്ഷ്യം നേടി തന്നെയാണ് പോകുന്നത്. അപ്പൊ ആ ഒരു നേട്ടം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമാവുന്നത് തന്നെയാണ്. ഇതേപോലെ അവര് നേടിയ അതേ ആരോഗ്യം തന്നെ, നമ്മൾ ആഗ്രഹിക്കുന്ന അതേ ആരോഗ്യത്തിലേക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു ഞാൻ എന്ന് പറയുന്ന എന്നിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്നതിന് എല്ലാവരും ഒരു പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മളിവിടെ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് പുറമൊന്നും ടെൻഷനുകളില്ല, കുടുംബത്തിലെ പ്രശ്നങ്ങളോ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളോ മക്കൾ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് തന്നെ തുടരാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവും. ഒരു പിരിമുറുക്കങ്ങളും ഇല്ലാതെ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ലാലല. അപ്പൊ അത് പോരാ, ഇവിടെ ഇരിക്കുമ്പോൾ പരമാവധി കഷ്ടപ്പെടാനായിട്ട് തയ്യാറാവണം. കാരണം ഇവിടുന്ന് പോയതിന് ശേഷമുള്ള ജീവിതമാണ് നമുക്ക് ഏറ്റവും സുന്ദരമാകേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ ചികിത്സ നടക്കുന്നത് ഇപ്രകാരമാണ്. ചികിത്സയ്ക്ക് വരുന്നവരിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞ കൂട്ടർക്കുമാണ്. ഇതിൽ എന്തൊക്കെയാണ് സംശയങ്ങളൊക്കെ ഉള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടോ? എന്റെ ചേച്ചിക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? ആണോ? ഓക്കെ ഓക്കെ. ശുഭചേച്ചിക്ക് എങ്ങനെയാ ഉള്ളത്? ശുഭചേച്ചി പണ്ട് ഒരു 3-4 വർഷമൊക്കെ മുൻപ് ഇവിടെ വന്നു പോയിട്ടുള്ള ഒരാളാണ്. ഇവിടെ നിന്ന് പോയി ഇപ്പൊ എത്ര വർഷമായി പോയിട്ട്? 3 വർഷം. 3 വർഷം ആയി പോയിട്ട്. പക്ഷെ ആ 3 വർഷവും ഈ ഒരു മാർഗത്തിലൂടെ തന്നെ പോയിട്ടുള്ള ഒരാളാണ്. ഒരു തരത്തിലും വെള്ളം ചേർക്കാതെ കൃത്യം എക്സസൈസ്, യോഗ, ഭക്ഷണം എല്ലാം ഒരു എക്സ്ട്രീം ആയിരുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. എല്ലാ തരത്തിലും കൃത്യമായിട്ട് പോയി. ഇപ്പൊ ഇവിടെ വരുമ്പോ ആളെന്റെ അടുത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാനൊരു ഡാൻസറാണ്, എനിക്കൊന്ന് അരമണ്ഡലത്തിൽ ഇരിക്കണം എന്നുണ്ട്, അതിന് എന്റെ കാൽമുട്ട് സമ്മതിക്കുന്നില്ല, അത്രയും വേദനയാണ് എന്ന് പറഞ്ഞാണ് ആദ്യത്തെ ചികിത്സ തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് നല്ലൊരു നൃത്തമൊക്കെ അവതരിപ്പിച്ചിട്ടായിരുന്നു പോയത്.
അരമണ്ഡലവും മുഴുമണ്ഡലവും ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും കാൽമുട്ടിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചപ്പോൾ കാൽമുട്ടിന് വേദനയൊന്നുമില്ല, അത് അവസാനിച്ചു. അത് അന്ന് അവസാനിച്ചത് അങ്ങനെ അവസാനിച്ചു പോയിട്ടുണ്ട്. ഇതേപടി ശരീരം ആണ് ചികിത്സ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അതിലൊരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ബുദ്ധിനെ ഇടപെടുത്തിയിട്ടില്ല, ശരീരം തന്നെ അവിടെ കറക്ഷൻ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ ഇത് വീണ്ടും വരുമോ, ഞാനിപ്പോ ഇവിടെ ഡാൻസ് ചെയ്യാതിരിക്കല്ലേ, ഇനി ചെയ്യുമ്പോ ഇനി വീണ്ടും വരുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല. നമ്മുടെ ഇടപെടൽ ഉണ്ടാവുമ്പോൾ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും. തൽക്കാലത്തേക്ക് ആ വേദന മാറാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു സമയം ശരീരത്തിന് കൊടുത്തിട്ടുണ്ട്, കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ.